നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 തിരിതെളിയാൻ പോവുകയാണ്. സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു. സീരിയൽ താരം അനുമോളാണ് കപ്പ് നേടിയത്. ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു സീസൺ തന്നെയായിരുന്നു 7ാം സീസൺ. എന്നാൽ PR സാന്നിധ്യം മൂലം വിജയ് ആരാകുമെന്നതെല്ലാം 50 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ഒട്ടുമിക്ക പ്രേക്ഷകർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. സീസൺ 8 ഒട്ടനവധി പ്രത്യേകതകൾ ഉണ്ടാകും. അതിന്റെ സൂചനകൾ നൽകി ആദ്യത്തെ പ്രൊമോ ഷോ ഹോസ്റ്റായ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. മറ്റു ബിഗ് ബോസ് ഷോകളിൽ നിന്നും സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി 8ാം സീസണിൽ കൂടുതൽ സാധാരണക്കാർക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചേക്കും. മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി ഒരു പ്രത്യേക ഷോ തന്നെ ഒരുക്കുന്നുമുണ്ട്. അതാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ. ഈ അഗ്നിപരീക്ഷയിൽ പങ്കെടുത്ത് മികച്ച പ്രകടനത്തിലൂടെ വിജയിക്കുന്നവർക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 നേരിട്ട് പ്രവേശനം ലഭിക്കും. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ നരേന്ദ്രനായി വരുമ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന്റെ ആശങ്കകളും വിഷമവും എനിക്ക് നന്നായി മനസ്സിലാകും എന്ന് ലാലേട്ടൻ പ്രൊമോ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കുള്ള തിരഞ്ഞെടുപ്പിനായി ഒരു ഷോയിലൂടെ ഒരു മത്സരവേദി തന്നെ ഒരുക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ. അഗ്നിപരീക്ഷ വിജയിച്ചു വരുന്നവർക്ക് ഷോയിലെ പ്രകടന മികവിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 നേരിട്ട് പ്രവേശനം ലഭിക്കുമെന്നും മോഹൻലാൽ പ്രൊമോയിൽ പറഞ്ഞു. 5ാമത്തെ സീസൺ മുതലാണ് കോമണേഴ്സിനും ബിഗ് ബോസ് ഷോയിലേക്ക് അവസരം നൽകി തുടങ്ങിയത്. 7ാം സീസണിൽ റണ്ണറപ്പായ അനീഷ് ആയിരുന്നു കോമണറായി മത്സരിക്കാനെത്തിയ ഏക വ്യക്തി. ഷോയുടെ ചരിത്രത്തിൽ ഒരു കോമണർ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തുന്നത് ആദ്യമായാണ്. ആ നേട്ടം അനീഷിന് സ്വന്തമായി. ചെറിയ വ്യത്യാസത്തിലാണ് കപ്പ് അനീഷിന് നഷ്ടമായത്. അതേസമയം അനീഷിന്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഷോയിൽ കൂടുതൽ കോമണേഴ്സിന് പങ്കാളികളാക്കുക എന്നത്. ആ ആഗ്രഹം കൂടിയാണ് ഇപ്പോൾ നിറവേറാൻ പോകുന്നത്. ഇത്തവണ സീസൺ എത്തരത്തിലാകുമെന്ന് അറിയാനാണ് പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്നത്.